സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രിയുടെ ആഹ്വാനം, പീഡന കൊലപാതക കേസ് കുറ്റവാളികൾക്ക് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യദിന വാർഷികം തരുന്ന സന്ദേശങ്ങൾ. പ്രളയം പോയി, മാധ്യമങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധി മറന്നു. പക്ഷേ പ്രതിസന്ധി രൂക്ഷമായിട്ടേ ഉള്ളൂ. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യക്ക് 75 തികഞ്ഞത് വലിയ മാധ്യമ സംഭവമായി എന്ന് തന്നെ പറയണം. ഇന്ത്യക്കകത്തും പുറത്തും മാധ്യമങ്ങൾ അത് നന്നായി ദിവസങ്ങളോളം ശ്രദ്ധിച്ചു. ആഘോഷത്തോടെ, ചിലർ വിലയിരുത്തലോടെയും. 76ാമത്തെ സ്വാതന്ത്ര്യദിനം. ഒന്നാം ദിവസത്തിലെ വിഭജന മുറിവ് കൂടുന്നുണ്ടോ? അക്കാലത്തെ നന്മകൾക്ക് എന്തുപറ്റി? മഴവിൽ സ്വപ്നങ്ങൾക്ക് എന്തുപറ്റി? ഐക്യത്തിന് എന്തുപറ്റി? പുരോഗതി എത്രത്തോളം? പത്രങ്ങൾ 1947 ഓഗസ്റ്റ് 15 മുഖപേജുകൾ എടുത്തുകാട്ടി. ഇന്ത്യ സ്വതന്ത്രം എന്ന വിളംബരം, 2 രാജ്യങ്ങളുടെ പിറവി, മറുനാടൻ പത്രങ്ങളും. മുക്കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലേക്ക് മാധ്യമങ്ങൾ കണ്ണോടിച്ചു. അന്നത്തെ ആവേശം, രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ. अब क्या खोजोगे? और हमने कहा हमें खोज है एक ऐसे कल की जिसे हम खुद लिखें, जिसमें सपनों की कोई सीमा ना हो और कोई कदम धीमा ना हो. एक ऐसा कल जो हरा हो, सफेद हो, सुनहरा, उज्जवल, ऐसा एक कल. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ദൃശ്യങ്ങൾ കളറായതുപോലെ വികസന സ്വപ്നങ്ങൾ പുലർന്ന വർഷങ്ങൾ. പക്ഷെ 75 വർഷം ആഘോഷിക്കുക എന്നാൽ മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ്? 2 തരത്തിൽ അത് ചെയ്യാം. ഒന്ന്, ഉള്ളതും സാങ്കല്പികവുമായ നേട്ടങ്ങളെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. 2, നേട്ടങ്ങൾ എന്ന പോലെ കോട്ടങ്ങളും വിലയിരുത്താം. നേട്ടങ്ങൾ ധാരാളം. 7.5 പതിറ്റാണ്ടിലെ മുന്നേറ്റങ്ങൾ ബിയോണ്ട് ന്യൂസിൽ പാൽക്കി ശർമ്മ വിലയിരുത്തിയത് ഇങ്ങനെ: ബ്രിട്ടീഷുകാർ നമ്മെ പരമദാരിദ്ര്യത്തിലാക്കിയാണ് വിട്ടത്. It's been a stupendous journey of 75 years. We decided to start with the economy. The British Crown looted $45 trillion from India. From raw materials to the Kohinoor diamond, the British took all. They also exploited all. The thumbs of Indian weavers were cut off. Indian peasants were crushed. The brightest jewel in the British Crown was left with the prospect of a dim future. ശാസ്ത്രരംഗത്ത് വലിയ നേട്ടങ്ങൾ രാജ്യം നേടി. Another feather in the cap is technology. India decided to go to space just 17 years after independence. It set up INCOSPAR, or Indian National Committee for Space Research. India's first rocket launch happened in 1963 from a town called Thumba. The rocket parts were transported on bicycles and bullock carts. Look at this photo. This is how India's space journey began. Today, India is a well-established space power. It has reached Mars. Today, India is unfurling the tricolour in space to mark 75 years of independence. ജനങ്ങളും ജനാധിപത്യ സ്ഥാപനങ്ങളും നമ്മുടെ കരുത്താണ്. How did India achieve all of this? 1, democracy. 2, literacy. From the very first day of independence, every adult in India had the right to vote. And just for reference, it took the US 150 years of independence to adopt universal adult franchise. നേട്ടങ്ങൾ ചെറുതല്ല, എന്നാൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളും ചെറുതല്ല. തൊഴിലില്ലായ്മ, ഭരണകൂട ഭീകരതയും മനുഷ്യാവകാശ ലംഘനങ്ങളും. കശ്മീരിനോട് നാം ചെയ്യുന്നത്. ജനാധിപത്യം കടുത്ത സമ്മർദ്ദത്തിലെന്ന് അസോസിയേറ്റഡ് പ്രസ്. തൊഴിലില്ലായ്മ രൂക്ഷം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ED റെയ്ഡുകൾ പെരുകി. സമൂഹ മാധ്യമങ്ങളെയും സെൻസർ ചെയ്യാൻ ശ്രമം. മാധ്യമ സ്വാതന്ത്ര്യം ഇടിഞ്ഞു. കസ്റ്റഡി മരണനിരക്ക് കൂടി. കോർപ്പറേറ്റ് ചങ്ങാതികൾക്ക് വൻ നികുതി ഇളവുകൾ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പനക്ക്. അദാനി എയർപോർട്ടിന്റെ 12,770 കോടി രൂപ കടത്തിന് സ്റ്റേറ്റ് ബാങ്ക് ജാമ്യം നിൽക്കുന്നു എന്ന് മാർച്ചിൽ റിപ്പോർട്ട്. ഏതാനും വൻതോക്കുകൾ തിരിച്ചടക്കാത്ത കടം 2.5 ലക്ഷം കോടി രൂപ. 2.25 ലക്ഷം കോടി കടമുണ്ട് അദാനി ഗ്രൂപ്പിനെന്ന് മെയ് റിപ്പോർട്ട്. ഗൌതം അദാനി ലോകത്തെ 4ാമത്തെ അതിസമ്പന്നനെന്ന് ജൂലൈ റിപ്പോർട്ട്. സാമ്പത്തിക അസമത്വം രൂക്ഷമെന്ന് ഓക്സ്ഫാം റിപ്പോർട്ട്. 8.30 കോടി പേർ കൊടും ദാരിദ്ര്യത്തിൽ.
ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഇത് എടുത്തു പറയുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം എങ്ങനെ അനുഭവിക്കാനാകും? ദേശീയ പതാക വാങ്ങി വീട്ടിലുയർത്താൻ സർക്കാർ ആഹ്വാനം ചെയ്തപ്പോൾ വീട് തകർക്കപ്പെട്ട പാവങ്ങൾ ചോദിച്ചു, എവിടെയാണ് ഞങ്ങൾ കൊടി ഉയർത്തേണ്ടത്? റേഷൻ കിട്ടണമെങ്കിൽ പതാക വാങ്ങണമെന്ന് ചിലയിടത്ത് നിബന്ധന വെച്ചെന്ന വാർത്തയും അതിനിടെ വന്നു. ആഹാരത്തിന് പകരമാകുമോ കൊടി? വിലക്കയറ്റവും ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും പോലുള്ളവ മറച്ചുപിടിക്കാൻ സ്വാതന്ത്ര്യദിനം അധികൃതർ ഉപയോഗപ്പെടുത്തി എന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. ഇതിനിടെ വെള്ളം കുടിക്കാൻ മേൽജാതിക്കാരുടെ പാത്രം ഉപയോഗിച്ച ദലിത് ബാലനെ അധ്യാപകൻ തല്ലിക്കൊന്ന വാർത്തയും 75 തികച്ച രാജ്യത്തിന്റെ സൂചകമായി. And as India celebrates 75 years of independence, a shocker from Rajasthan. A 9-year-old boy from a scheduled caste community in Rajasthan died on Saturday after he was allegedly beaten by his school teacher for drinking water from a pot that had been kept aside for the teacher. The police have arrested the teacher and charged him with murder, the police officials have confirmed. Last pictures of 9-year-old Indra Meghwal before he died as he lay in a hospital bed in Ahmedabad, being treated for injuries received after he got a beating from his teacher for drinking water from a pot that had been kept for the schoolmaster. ലിംഗസമത്വത്തിൽ രാജ്യം പിന്നിലാണ്. സ്ത്രീ പീഡനം മുതൽ വനിതാ ജേർണലിസ്റ്റുകൾക്കെതിരെ അശ്ലീലവും ഭീഷണിയും പോസ്റ്റ് ചെയ്യുന്നത് വരെ ഉന്നതർ പോലും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഈ വിഷയം. വാക്കുകൊണ്ട് പോലും സ്ത്രീകളെ അപമാനിക്കരുത്. हमारे कुछ शब्दों में हम नारी का अपमान करते हैं. क्या हम स्वभाव से, संस्कार से, रोजमर्रा की जिंदगी में नारी को अपमानित करने वाली हर बात से मुक्ति का संकल्प ले सकते हैं? നല്ല ഉപദേശം. ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യമുള്ളത് സ്ത്രീകളെ ആദരിക്കുക എന്ന്. പക്ഷേ ആ കയ്യടിയുടെ അലകൾ അടങ്ങും മുൻപേ ഗുജറാത്തിൽ നിന്ന് വന്നു ഒരു വാർത്ത. 75 വർഷത്തെ സ്ത്രീകൾക്കെതിരായ പാപങ്ങളെല്ലാം ചേർത്ത് വെച്ച ഒരു ഭരണകൂട പാപം. ഗുജറാത്ത് കൂട്ടബലാത്സംഗ കേസിലെ 11 കുറ്റവാളികളെയും സംസ്ഥാന സർക്കാർ വിട്ടയച്ചു. സ്ത്രീ സുരക്ഷയെപ്പറ്റി പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ന്യായീകരിക്കാനാവാത്ത ഈ നടപടി. ഒരു 5 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന, അവരുടെ വീട്ടിലെ എല്ലാവരെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന, അവിടുത്തെ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ മടി കാണിക്കാത്ത അത്രയും ഹീനബോധമുള്ള ക്രിമിനൽസിനെ, ബലാത്സംഗം ചെയ്തവരെ, ബലാത്സംഗം ചെയ്ത് കൊന്നവരെ, കൂട്ടബലാത്സംഗം ചെയ്തവരെ വിമോചിപ്പിക്കുന്നതിലൂടെ, ജയിൽ മോചിതരാക്കുന്നതിലൂടെ ഗുജറാത്ത് സർക്കാർ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതെ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഈ നിലപാടിനോടൊപ്പം തന്നെയാണ് ഞാനും. അതായത് ഇതുപോലെ മനുഷ്യത്വരഹിതമായ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു കുറ്റവാളിയും പിന്നീട് പുറം ലോകം കാണാൻ പാടില്ല എന്ന ആ കർശനമായ ആ മനുഷ്യപക്ഷത്ത് നിന്ന് തന്നെയുള്ള നിലപാടാണ് എന്റെയും നിലപാട്. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിയമവിരുദ്ധം കൂടിയാണ് ഇത്. അതുകൊണ്ട് സർക്കാർ പഴയ ചട്ടം ഉപയോഗിച്ചു. നീതിക്കും നിയമത്തിനും അപ്പുറം മനുഷ്യത്വത്തെ പോലും ഇല്ലാതാക്കുന്നു. ഗുജറാത്തിന്റെ സ്ത്രീകളോടുള്ള ഈ സമീപനം ആഗോള തലത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. സ്ത്രീ പീഡകരെയും കൊലയാളികളെയും വിട്ടയച്ചു എന്ന് മാത്രമല്ല, സർക്കാർ പക്ഷ സംഘടനകൾ അവർക്ക് സ്വീകരണവും മധുരവും നൽകി. ഇത് സ്വാതന്ത്ര്യദിനത്തിൽ നീതി നിഷേധിക്കാൻ, സ്ത്രീ പീഡനത്തിനും കൊലപാതകത്തിനും പ്രോത്സാഹനം നൽകാൻ ഒരു സംസ്ഥാന സർക്കാരിന് ധൈര്യം കൊടുത്ത സ്വാതന്ത്ര്യദിനം. ദിവസങ്ങൾക്ക് മുൻപ് പുതിയ രാഷ്ട്രപതി പെൺമക്കളിൽ പ്രതീക്ഷയർപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. സ്ത്രീകളെ ആദരിക്കാൻ തന്നെയാണല്ലോ പ്രധാനമന്ത്രിയും ആവശ്യപ്പെട്ടത്. വാക്കുകൾ, വെറും വാക്കുകൾ. ഇരകളാക്കപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യദിനം പോലും അനീതിയുടെ മറയാകുന്നു. സ്വാതന്ത്ര്യ ആഘോഷം കഴിഞ്ഞു. സ്ത്രീകൾക്ക്, കുറ്റവാളികൾക്ക് സ്വാതന്ത്ര്യം. പീഡനത്തിന് കോടതി ശിക്ഷിച്ചവർക്ക് മോചനം. മറ്റൊരു പീഡനത്തെപ്പറ്റി അന്വേഷിക്കാൻ പോയ സിദ്ദീഖ് കാപ്പന് ജയിൽ.
ഈ വികല സ്വാതന്ത്ര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു ഈ 9കാരി. സിദ്ദീഖ് കാപ്പന്റെ മകൾ മെഹ്നാസ് വേങ്ങരയിലെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ചെയ്ത ചെറുപ്രസംഗത്തിന് അനേകം ഭരണകർത്താക്കളുടെ പൊള്ളവാക്കുകളെക്കാൾ കരുത്തുണ്ടായിരുന്നു. പ്രചാരണങ്ങൾക്കപ്പുറത്ത് പ്രിയ രാജ്യത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ മാധ്യമങ്ങൾ തന്നെ വേണമെന്നില്ല. ചുറ്റും കാണാം യാഥാർത്ഥ്യം. എഴുതാനുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞതിനെപ്പറ്റി പെൻ അമേരിക്കയുടെ ഒരു സംഘം ലോകപ്രശസ്ത എഴുത്തുകാർ രാഷ്ട്രപതി മുർമുവിന് തുറന്ന കത്തെഴുതി. എഴുതാൻ മാത്രമല്ല, എന്ത് തിന്നണം, എന്ത് കാണണം തുടങ്ങി എല്ലാത്തിനും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അഭിമാനം തോന്നേണ്ട വേളയാണ് സ്വാതന്ത്ര്യ ജൂബിലി. എന്നാൽ രാജ്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. സ്ഥാപനങ്ങളും ഭരണഘടനയും ആപത്ത് നേരിടുന്നു. 1953 ആദ്യമായി BBC അഭിമുഖത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നെഹ്റു ഇന്ത്യയുടെ ശോഭനമായൊരു ഭാവി വരച്ചുകാട്ടിയിരുന്നു. National good fortune to have in the studio tonight one of Asia's most prominent statesmen, the Prime Minister of India. Mr. Nehru, I am extremely grateful to you for coming here, and I speak on behalf of us here and on behalf of the wider public who are watching us. I am particularly grateful as I believe this is your very first appearance on television. Yes, this is the first time I am facing this ordeal. In fact, I know very little about television, except what I have heard about it. Well, I would like to introduce to you, if I may, the people who are, I hope, going to make this not such a bad ordeal after all. Sitting on my left is Kingsley Martin, the editor of the New Statesman and Nation, and beyond him is H.V. Hodgson, the editor of the Sunday Times, and at the end, to ask the first question, is Donald McLaughlin, the foreign editor of The Economist. 4 വിദേശ പത്രപ്രതിനിധികൾ ഒരു പ്രധാനമന്ത്രിക്ക് മുൻപാകെ ചോദ്യശരങ്ങൾ തൊടുത്ത സന്ദർഭം. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഭദ്രതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. പക്ഷേ കാലം മാറി, സർക്കാരുകൾ മാറി. ഇന്ന് ആ ജനാധിപത്യ അടിത്തറയെപ്പറ്റി വിദേശ മാധ്യമങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഗാന്ധിജിയെ അവഗണിക്കുന്നു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ്. അനീതി ധാരാളം. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെപ്പറ്റി ഗാർഡിയൻ. വിഭജനത്തിന്റെ നിഴലുകൾക്ക് ജീവൻ വെപ്പിക്കപ്പെടുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ്. അൽ ജസീറയും ഇന്ത്യക്ക് നഷ്ടപ്പെടുന്ന ഐക്യവും പ്രതാപവും എടുത്തുകാട്ടുന്നു. What we are witnessing is the death of democracy. Mr. Nehru arriving to address a vast crowd from the ramparts of the Red Fort at the scene of such bitter fighting 100 years ago. ജനാധിപത്യം തകർച്ചയിലെന്ന് അസോസിയേറ്റഡ് പ്രസ്. വിലക്കയറ്റവും ഭരണ തകർച്ചയും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഗൌരവമായി ചിന്തിക്കുന്നവരിൽ അസ്വസ്ഥത പടരുകയാണ്. ഭിന്നിപ്പിനുള്ള വലിയ ശ്രമങ്ങൾ. 75 തികഞ്ഞപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം തന്നെ കൊല ചെയ്യപ്പെടുന്നു എന്ന് US-ലെ നാഷണൽ പബ്ലിക് റേഡിയോ പോഡ്കാസ്റ്റ്. വിഭജനത്തിന്റെ ഓർമ്മ ഉണർത്തുന്ന വംശഹത്യയുടെ അടയാളങ്ങൾ. അൽ ജസീറയിൽ സുചിത്ര വിജയൻ. The partition is unending and ongoing. What India was, perhaps on paper, was a democratic secular republic, which under the BJP was quickly transformed into a Hindu Rashtra for all purposes. And now what we are really heading towards is some form of an apartheid state in which discrimination is institutionalized. It's not that communal violence, caste violence, inequality are new to India. But what you're seeing is a systematic, consolidated effort to create Muslims and other minority communities as well into second-class citizens. ചരിത്രം തന്നെ മാറ്റപ്പെടുന്നു. സ്വാതന്ത്ര്യ സമരത്തിനായി എല്ലാം ത്യജിച്ചവർ ഇന്ന് അവഗണിക്കപ്പെടുന്നു, ആക്ഷേപിക്കപ്പെടുന്നു. ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നവർ സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് വാഴ്ത്തപ്പെടുന്നു. ബിനോജ് നായർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത 7 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ നിന്ന് അല്പം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് മുസ്ലിം രക്തത്തിലാണെന്നും ജനസംഖ്യാനുപാതം വെച്ച് നോക്കിയാൽ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ സംഭാവന ചെയ്തത് മുസ്ലിം സമുദായമാണെന്ന് പറഞ്ഞത് ഖുഷ്വന്ത് സിംഗ് ആണ്. ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ
INAയുടെ കമാൻഡറായിരുന്ന ജനറൽ ഷാനവാസ് ഖാൻ വരെയുള്ളവരിൽ എത്ര പേരെ നാം ഇന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഓർക്കുന്നു? ജനായത്ത സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്ന സ്ഥിതി പ്രകടമായി തുടങ്ങി. Gravest challenges we face today, our country, is the hollowing out of institutions of transparency and accountability. Institutions that are supposed to provide checks and balances on the powers that the government exercises and that are supposed to protect people's fundamental. റുവാണ്ടയിലെയും മറ്റും വംശഹത്യയുടെ തുടക്കവും വളർച്ചയും പഠിച്ച ഗ്രെഗറി സ്റ്റാൻഡൻ പറയുന്നത് ഇന്ത്യയിലെ വിദ്വേഷ പ്രചാരണങ്ങൾ വംശഹത്യയെ സൂചിപ്പിക്കുന്നു എന്നാണ്. That acts of genocide don't come out of nowhere. They don't just happen. They are the catastrophic culmination of a process. ഒരു വിഭാഗത്തെ പിശാചായി ചിത്രീകരിക്കലാണ് ഒരു ഘട്ടം. റുവാണ്ടയിൽ ടുട്സികളെ കൂറ എന്നാണ് ചാനലുകളും പത്രങ്ങളും ഒക്കെ ചിത്രീകരിച്ചത്. The media play a huge role in creating the polarization in a society that is necessary for genocide. They do this through dehumanizing the targeted group, accusing them of being a cancer in the society or a danger to the society, traitors. ഇവിടെ മുസ്ലിങ്ങളെ ചിതൽ എന്ന് വിളിച്ചത് സാധാരണക്കാരല്ല. ഈ പ്രചാരണത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു കുറെ മാധ്യമങ്ങൾ. ഭരണപ്പിഴയുടെയും കുഴപ്പങ്ങളുടെയും ഉത്തരവാദികളായി കാണിക്കാൻ ഇവർക്കൊരു കൂട്ടരെ വേണം. ആ സ്ഥാനത്തേക്ക് മുസ്ലിങ്ങളെ അവർ എന്നോ കണ്ടെത്തിയിരിക്കുന്നു. This kind of dramatized TV seems to work because our very insecure, down and out middle class likes to put a face to all its insecurities, to all its fears, to all its anger, its resentment and its hate. ഇതാണ് 75 തികച്ച ഇന്ത്യയുടെ ഒരു മുഖമായി വിദേശ മാധ്യമങ്ങൾ അടക്കം കാണുന്നത്. ചരിത്രം മറയ്ക്കാനുള്ള ശ്രമങ്ങളും. ഒരു വശത്തെ പിശാചുവൽക്കരണം, ഒപ്പം യഥാർത്ഥ പ്രശ്നങ്ങളുടെ തമസ്കരണവും. മതസ്വാതന്ത്ര്യ നിഷേധം, പത്രസ്വാതന്ത്ര്യ നിഷേധം, ഇത്തരം അനേകം പഠന റിപ്പോർട്ടുകൾ നമ്മുടെ ഭരണകർത്താക്കൾ തള്ളിക്കളയുകയാണ്. പക്ഷെ തള്ളിയത് കൊണ്ട് മാത്രം മറയ്ക്കാൻ കഴിയാത്തത്ര റിപ്പോർട്ടുകൾ നമ്മുടെ അവസ്ഥയെപ്പറ്റി വന്നു കഴിഞ്ഞു. മാധ്യമങ്ങളാകട്ടെ യഥാർത്ഥ വിഷയങ്ങൾ വിട്ട് വർഗീയ പ്രചാരണം മുഖ്യ അജണ്ടയാക്കുന്നു. ന്യൂസ് ലോണ്ടറി നടത്തിയ ഒരു പഠനം നോക്കുക. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന 10 ചാനലുകൾ. കഴിഞ്ഞ മാസത്തെ അന്തിച്ചർച്ചകളിൽ ഇവയെല്ലാം വർഗീയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ന്യൂസ് 18ന്റെ 22 ചർച്ചകളിൽ 15ഉം വർഗീയം. റിപ്പബ്ലിക് ഭാരതിൽ 2 ചർച്ചാ പരിപാടികൾ, ഒന്നിൽ 26ൽ 12ഉം മറ്റേതിൽ 30ൽ 19ഉം വർഗീയം. സി ന്യൂസിന്റെ 25 സംവാദങ്ങളിൽ 16ഉം വർഗീയം. ABP ന്യൂസിന്റേതിൽ 20ൽ 12 വർഗീയം. ടൈംസ് നൗ 16ൽ 9 വർഗീയം. ടൈംസ് നൗ നവഭാരത് ഒന്നിൽ 29ൽ 16, മറ്റൊന്നിൽ 20ൽ 8 വർഗീയം. ന്യൂസ് നേഷൻ 31ൽ 17. ഇന്ത്യ ടുഡേ ചാനലിൽ 15ൽ 8 വർഗീയം. 75 തികഞ്ഞപ്പോൾ ഇന്ത്യയുടെ പുരോഗതിക്കല്ല പുറകോട്ട് പോക്കിനാണ് വലിയ മാധ്യമങ്ങൾ ഊർജം പകരുന്നത്. ആഘോഷ പരിപാടികൾക്കും ആർപ്പു വിളികൾക്കും ശേഷം എല്ലാവരും പഴയ രീതികൾ തന്നെ പുറത്തെടുക്കുന്നുവെങ്കിൽ ആഘോഷിക്കാൻ ഇനി ഏറെയൊന്നും ബാക്കി കാണില്ല.